ഒരു അമ്മമാരും ഒരു മക്കളെടുത്ത് ഇങ്ങനെ കാണിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു അമ്മ മോനാണെന്നൊരു പരിഗണന എനിക്ക് തരണമായിരുന്നു. ഞാൻ അവിടെ എന്തിനാണ് അല്ലാത്ത ഞാൻ എപ്പോഴെങ്കിലും ഞാൻ അമ്പലത്തിൽ പോകണ ഉത്സവം തുടങ്ങി ഞാൻ അമ്പലത്തിൽ വന്ന് എന്തെങ്കിലും പരിപാടിയാണ് ഉത്സവമായി പറയാൻ ഞാൻ അമ്പലത്തിൽ വന്നു. അപ്പൊ അങ്ങ് ദൂരെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കണം. ഞാൻ നോക്കി അതിന്റെ രൂക്ഷമായിട്ട് അമ്മ നോക്കി വായി നോക്കണ. അയ്യോ അല്ലേ ഞാൻ വായനോ എന്റെ അമ്മ എവിടെ നീ എങ്ങനെ നോക്കിയതാണ്. അപ്പൊ അതിനിടയിൽ നിന്ന കുട്ടികളിൽ എന്റെ കണ്ണ് പതിഞ്ഞു. അത് കണ്ണറിയാതെ പതിഞ്ഞു പോയതാണ്. അല്ലാതെ ഞാൻ കൊച്ചു പിള്ളേർ അവിടെ ഉമ്പിടി പിള്ളേര് 23-24 വയസ്സായ 5-6 പെമ്പിള്ളേർ അവിടെ നിന്ന് കൊച്ചു പിള്ളേർ അവർക്കൊക്കെ അഞ്ചെണ്ണം വാങ്ങിച്ചു കൊടുത്ത് ഇങ്ങനെ ഞാൻ കാണിച്ചു കൊടുത്തു. അത് അമ്മക്ക് കൊച്ചു പിള്ളേരല്ലേ അമ്മ 24, 25, 26, 27 വയസ്സൊക്കെ ആയ 5 പെമ്പിള്ളേർ അവിടെ നിന്ന് ഈ എന്താണ് സമൂഹം അല്ല സാമൂഹ്യ വിവാഹം നടത്തുന്നതിനാണ് എല്ലാവർക്കും ഒരുപോലെ ഒരു 5 പേരെ കല്യാണം. അതുപോലെ 5 ബലൂൺ വാങ്ങിച്ച സാമൂഹ്യ ബലൂൺ അത് ഞാൻ കൊടുത്തു. അതിനിപ്പോ എന്ത് അപ്പൊ അമ്മ അവിടെ രൂക്ഷമായി. അമ്മ ഞാൻ പോണെന്ത് ഇങ്ങനെ തറയെ നോക്കിയാണ് ഇങ്ങനെ പോയത് അമ്പല ഉത്സവ പരിപാടി തുടങ്ങണവരെ. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ടേ എന്റെ തല ഇങ്ങനെ ആക്കിയ പ്രോഗ്രാം തുടങ്ങിയപ്പോ സ്റ്റേജിലേക്ക് എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒന്നും ആക്കില്ല, ഇങ്ങനെ തന്നെ നിന്ന്. എന്നിട്ട് ഞാൻ ഇന്റർവെൽ ആയപ്പോ ഞാൻ തല തത്തു വെച്ചു. അങ്ങനെയാണ് ഞാൻ പോയത്. അല്ലാതെ വിഷ്ണു അങ്ങനെ അമ്മ അങ്ങനെ റോബോട്ടിക് ആയിട്ടാണ് ഞാൻ പോയത്. ഞാൻ അവിടെ പോയി നിന്ന് ഒറ്റ പിള്ളേരെ ഞാൻ നോക്കിയില്ലല്ലേ. അവിടെ നിന്ന് എല്ലാ പിള്ളേരും അമ്മ എന്നെ എങ്ങനെ നോക്കി ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ ഞാൻ നോക്കിയില്ല, കാരണം ഞാൻ അവരെ മൊത്തം നോക്കുന്നില്ല. എങ്കിൽ അവരെ നോക്കണം എനിക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ അമ്മ നോക്കണം ഒരുത്തനല്ല അമ്മേരെ ഇളയമ അതിൽ അമ്മയ്ക്ക് അഭിമാനിക്കാം. എന്നിട്ട് അവിടെ ഞാൻ എത്തി നോക്കി. എന്റെ അമ്മ നിങ്ങൾക്ക് അപമാനം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങനെ എത്തി നോക്കുമ്പോഴത്തേക്ക് എന്റെ അമ്മയെ കാണാനില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ നിൽക്കുന്ന ഏതെങ്കിലും പെമ്പിളരെ അവരെ അമ്മയെ കാണാതെ ഇങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോയി അമ്മയെ നോക്കാന്ന് വിചാരിച്ചു. അവളുടെ അമ്മയും അവരും എന്റെ അമ്മയും എന്റെ അമ്മയും ഞാനും അവരുടെ അമ്മയും അവരെ നോക്കാന്നുള്ള പ്ലാനിലായിരുന്നു ഞങ്ങള്. ഇത്രയും പെമ്പിള്ളേര് നാട്ടിൽ ഉണ്ടായിരുന്ന ഇത് എന്തുമാത്രം പെമ്പിള്ളേര് അങ്ങനെ നിൽക്കണം പെമ്പിള്ളേര്. ഞാൻ നോക്കിയില്ല, പക്ഷെ എല്ലാ പെമ്പിള്ളേരും ഇങ്ങനെ നിൽക്കണം. ഞാൻ നോക്കി അവിടെ കുറെ പിള്ളേർ. ഞാൻ ഇതൊക്കെ എവിടെയാണ് ഇത് പൊളിച്ചിരിക്കുന്നത് ഈ പിള്ളേരൊക്കെ. ഞാൻ റോഡിൽ ഇറങ്ങാൻ